തൃശൂർ പൂരം അലങ്കോലമായതിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന അന്വേഷണ റിപ്പോർട്ട്. ബോധപൂർവമായ ഗൂഢാലോചനയോ അട്ടിമറിയോ ഉണ്ടായിട്ടില്ല. പൂരം ഏകോപനത്തിൽ കമ്മീഷണർ അങ്കിത് അശോകിന് വീഴ്ച പറ്റിയെന്നും റിപ്പോർട്ടിൽ. ADGP MR അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറി. കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ തുടരുന്നു. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന, റഡാർ പരിശോധനയിൽ ലോറിയുടെ സിഗ്നൽ കിട്ടിയ സ്ഥലത്ത്. മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് ഉഗ്രസ്ഫോടനം നടന്നതായി സംശയിക്കുന്നുവെന്ന് ഈശ്വർ മാൽപ്പെ. ദേശീയ നേതൃത്വം ഇടപെട്ടിട്ടും NCPയിൽ പ്രശ്നപരിഹാരമാകുന്നില്ല. AK ശശീന്ദ്രൻ രാജിവെച്ചാലും പകരം മന്ത്രിസ്ഥാനം ലഭിക്കുന്നതിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകം. തോമസ് K തോമസും കടുത്ത നിലപാട്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരസ്പര താൽപര്യമുള്ള മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണ. പ്രധാനമന്ത്രി ഇന്ന് ന്യൂയോർക്കിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. ശ്രീലങ്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ തുടരുന്നു. ഇടതു നേതാവ് അനുര കുമാര ദിസനായകയെ മുന്നിൽ. ഇടക്കാല പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ 3ാം സ്ഥാനത്ത്. ISL ഫുട്ബോളിൽ ആദ്യ ജയം തേടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. 2ാം മത്സരത്തിൽ എതിരാളികൾ ഈസ്റ്റ് ബംഗാൾ. മത്സരം രാത്രി 7:30 കൊച്ചിയിൽ.